അപ്പം അതെ വീണ്ടും നമ്മുടെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ ഒന്നും ഒട്ടും വെള്ളമില്ലായിരുന്നേ. ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സംഗതി ആകെ മാറി. ഉണ്ടോ ഇവിടെയൊക്കെ നിറയെ വെള്ളമായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ മഴയ്ക്ക് തന്നെ ഇത് നമ്മുടെ ചെടീനെയൊക്കെ നമ്മൾ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇതൊന്നും ഇവിടെ ഇരുന്നിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ബാക്കി പോണ ചെടികളെല്ലാം നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ടേ. മുന്നേ നമ്മൾ ഇവിടെ ഒരു തട്ട് പോലെ ഉണ്ടാക്കി. ആ സമയത്ത് എൻ്റെ കൈ ചതഞ്ഞ് തവിടുപൊടിയൊക്കെ ആയതാ. ഇവിടുന്ന് കയറി തന്നെ നമ്മുടെ ഇങ്ങോട്ട് ബക്കറ്റ് കൊഴി പോകുന്നുണ്ട്. ഇത് കിണറിൻ്റെ പൊക്കത്തെടുത്ത് വെച്ചേക്കുവാണ്. ഈ ഭാഗത്തൊന്നും നമ്മുടെ ഇങ്ങോട്ട് വെള്ളം കയറി വന്നു ഇല്ല കാശി. ഇത് കണ്ടോ നമ്മുടെ കുടംപുളി പിന്നെ പോകത്തേ ഇല്ല. വെള്ളം വന്നാലും ചീഞ്ഞ് പോകാത്ത സാധനങ്ങളാണ്. ഇത് നമ്മുടെ അവിടെ പുളിയൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. അതൊക്കെ ഇന്ന് പറിക്കണം എന്ന് അമ്മ പറഞ്ഞു. ഇന്നലെ ചാടനുണ്ടല്ലോ, അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയെന്നാണ് തോന്നണം. ഇപ്പം മാളൂന് ഈ മഴയൊക്കെ ആയതുകൊണ്ട് മാളൂന് ഇറക്കാൻ പറ്റാത്തതുകൊണ്ടും ഭയങ്കര പാടാണ്. അതെ ഇവിടെ ഇന്നലെ നിന്ന വാഴ, ഇന്നലെ നിന്ന വാഴയല്ല, അപ്പോൾ ഇന്നലെ മാളൂനൊന്നും കൊടുക്കാനില്ല എന്നിട്ട് നമ്മുടെ വാഴയൊക്കെ വെട്ടി മാളൂന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അവിടെ പണിയണ ആ ഭാഗം, നമ്മുടെ വീട് പണിയണ ആ ഭാഗത്തേക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മളിവിടെ ഈ കണ്ടത്തിന് നടുക്കായതുകൊണ്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയാൽ കാണാം നമ്മുടെ വീട് പണിയാണത്. ആ കാരണമാണ് നമ്മൾ വീട് പണിയണത്, പണിതുകൊണ്ടിരിക്കണുണ്ടോ. അങ്ങോട്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. വലിയ പ്രശ്നമല്ല, അവിടെ പ്രശ്നമേ ഇല്ല. ഇവിടെയാണ് നമ്മൾ ഈ കണ്ടത്തിന് നടുക്കായതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് വെള്ളം കയറും. ഈ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് 4-മത്തെയാണോ 3-മത്തെയാണോ അങ്ങോട്ട് പ്രാവശ്യം. ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടി പരിപാടി ഇപ്പം ഞാൻ നിർത്തിയതുകൊണ്ട് ചുമ്മാ വെള്ളം കയറി ചീഞ്ഞ് പോകണം. കൊച്ചച്ഛൻ്റെ ഇങ്ങോട്ടൊന്നും കയറിയിട്ടില്ല, വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. നമ്മുടെ മുറ്റമൊക്കെ മൊത്തം മുങ്ങി. ചൂണ്ടിടാൻ പോവാണോ ചേട്ടാ? അല്ലേ പുറകിരുന്ന് ഇടുമായിരുന്നോ? കിട്ടിയല്ലോ. കയറിയില്ലല്ലോ, വലിയ കാര്യമായിട്ട് കയറിയിട്ടില്ലല്ലോ. ഇവിടെയൊക്കെ വെള്ളം മതി. അങ്ങോട്ട് ഇത് നമ്മുടെ വഴിയാണ് വീട്ടിലേക്ക് പോകാനുള്ള. ഇവിടെയാണ് ഫസ്റ്റ് വെള്ളം കയറി. ദുരന്തമാണ്, ദുരന്തം. വെള്ളം കയറി കഴിഞ്ഞു ദുരന്തം. ഏകദേശം അതപ്പുണ്ട്. വെള്ളം നീന്തി കിടന്ന് വേണം പോകാൻ. ഇല്ല, കാശിനെ കൊണ്ടുപോയില്ല. ഈ ചേച്ചിയൊക്കെ വെള്ളം കയറി. സൗദി ചേച്ചിയൊക്കെ ഇന്ന് വീഡിയോയിൽ വരുന്നതായിരിക്കും. ചേച്ചി നിൽക്കണം. ചേട്ടൻ കളിക്കാൻ ഇറങ്ങിയേക്കോ വെള്ളത്തിൽ. അതെ വെള്ളം കിട്ടത്തില്ലല്ലോ നിനക്ക്. ഇവിടെ വരാലി കിടക്കണുണ്ടോ? ഞാൻ കാല് കൊണ്ട് ചെല്ലുമ്പോൾ അവൻ ഓടുമെന്നൊക്കെ. ഇത് വരാലാണോ വട്ടാനാണോ? അവിടെ തുരുത്തേല് വെള്ളമായി വെള്ളത്തിലേക്ക് നല്ല ഒച്ചയായിരുന്നു. ആമ്പല് ആയി തന്നെ ഉള്ളു നമ്മുടെ ഇവിടെ. കാശി അറിഞ്ഞു പോലുമില്ല. ഇതിലും വലിയ ഓരോരുത്തരെ കണ്ട് വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും അത് ഓടിപ്പോയേ. കേൾക്കണുണ്ടോ? കൂടെ ഇട്ടേക്കണുണ്ടോ? അപ്പോൾ വെള്ളം കാണാൻ ജിജി ആൻറ്റി കൂടെ വന്നിട്ടുണ്ട്.